കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കസിൻ്റെ മാരേജ് എത്തി കേട്ടോ. പൻവേൽ വരെ പോവാണ്. എല്ലാവരും ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. ജില്ലൂട്ടൻ പ്രത്യേക രീതിയിൽ ഹലോ ഒക്കെ പറഞ്ഞതാണ്. പഞ്ചാരി ഒരു പാട്ടൊക്കെ പാടിയതാണ്. സൗണ്ട് കുറച്ച് പാടിയതുകൊണ്ട് തന്നെ ഇതിനതിലൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് കളിയാണ് കേട്ടോ. ഒരു മീൻ പോയി 2 മീൻ പോയി അത് കളിക്കുകയാണ്. ഇക്രുമാമച്ചനും പഞ്ചാരിയും കൂടെയാണ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ മീനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചാരി പറയുക ഇനി ഇക്രുമാമച്ചൻ മീനായിക്കോ ഞങ്ങൾ പിടിക്കാമെന്ന്. അതോടുകൂടി ആ കളി അവിടെ നിർത്തി. ഞങ്ങളെല്ലാവരും കൂടെ 20 പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 3/4 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പല പേരും പല സെക്ഷനായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ പേര് ഒരു സെക്ഷനിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു 3 കോച്ചിലൊക്കെയാണ് കിട്ടിയത്. ജില്ലൂട്ടിന് മാത്രം S2ലാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഹായും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് 4th പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ കുറേ പേര് വളർന്നു പോകുന്ന കണ്ടത്. റിട്ടയർമെൻ്റ് ആണോ എന്താ സംഭവം എന്ന് കറക്റ്റ് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജില്ലൂട്ടിന് ഇവിടെ സല്യൂട്ടും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ജില്ലൂട്ടിന് അല്ലെങ്കിൽ പട്ടാളം പോലീസ് എന്നൊക്കെ കാണുമ്പോഴേക്ക് ഓടിത്തെരിപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെയും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, റീൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒന്നും സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ജില്ലൂട്ടൻ്റെ ഒരു പ്രധാന സംശയം ഇക്രുമാമച്ചൻ ഞങ്ങളുടെ ട്രെയിനിൽ തന്നെയാണോ വരുന്നതെന്ന്. അങ്ങനെ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിനകത്തൊക്കെ കയറിയതിന് ശേഷം മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പലർക്കും പല കോച്ചിലൊക്കെ ആയിരുന്നു സീറ്റ്. അതൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് TT എടുത്തുനിന്ന് വാങ്ങി ഒരിടത്തെല്ലാം ഇരുന്നതിന് ശേഷം വീണയ്ക്ക് ഇക്രും കൂടെ ഫോട്ടോ എടുപ്പാണ് കേട്ടോ. വീണയ്ക്ക് ഒരു കാൻഡിഡ് ഫോട്ടോ വേണം, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഈ ഒരു ഫോട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പഞ്ചാരിയും ജില്ലൂട്ടിനൊക്കെ ഫസ്റ്റ് കയറിയ സമയത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. സ്നേഹം കൂടി ലാസ്റ്റ് ആയപ്പോഴത്തേനും രണ്ടുപേരും 2 കോച്ച് തന്നെയായി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ റീൽസിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തട്ടിക്കുടുത്തി ഒരു റീൽസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ സോങ് ഇടുന്നില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി ഒരു തംബ്നെയിലും സെറ്റാക്കി വെക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കിനാണ് ബബിളി വന്നത്. ബബിളിയുടെ എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ വലിയ കാര്യത്തിൽ ക്യാമറയായിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുമായിരുന്നു. പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത ഡോറിൽ കൂടെ അല്ല, അപ്പുറത്തെ ഡോറിൽ കൂടെയാണ് ബബിളി അകത്ത് കയറിയതിന് ശേഷമാണ് കണ്ടത്. അങ്ങനത്തെ വന്നപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒത്തിരി നാളിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനത്തെ ഒരു ഹായൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ബബിളി കൊണ്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇപ്പം എന്നെ കണ്ട കിലുക്കത്തിലെ രേവതിയെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ടാബ്ലറ്റ് കൊണ്ടുവന്നതാണ്. ഡോളോ, സിട്രസാണ്, വൈറ്റമിൻ C, വൈറ്റമിൻ E, സ്ട്രെപ്സിൽസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടാബ്ലറ്റൊക്കെ കൊണ്ടുപോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ വേറെ കുറച്ച് ടാബ്ലറ്റുമായിട്ടാണ് തിരിച്ചു വന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഷോർട്സിൽ കാണാവേ. ഇതൊക്കെ ഇങ്ങനെ ടെക്സ്റ്റൊക്കെ വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. ബബിളി ഈ ഒരു ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങളോട്ട് അടുത്ത ഷോർട്സിൽ കാണാം.